ശ്രീ PR ശിവശങ്കർ, അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് കൊടുത്തുവിട്ടിരിക്കുന്ന ഒരു പട്ടിക, ആ പട്ടികയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നത് ഇപ്പോൾ പകൽ പോലെ സത്യമായി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള വലിയ കൂറൊക്കെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നതാണ്. ഇപ്പോൾ നമുക്കതിലേക്ക് വരുന്നതിന് മുമ്പ് ശശി തരൂർ പറഞ്ഞ വാചകങ്ങൾ നമുക്കൊന്നെടുക്കാം. എൻ്റെ രാജ്യത്തിന് എന്നെക്കൊണ്ട് ഒരു സേവനം ആവശ്യമെങ്കിൽ ഞാനത് തീർച്ചയായും ചെയ്തിരിക്കും. പാർട്ടി രാഷ്ട്രീയം, പാർട്ടി പൊളിറ്റിക്സ് എൻ്റെ വിഷയമല്ല, രാഷ്ട്രമാണ് എൻ്റെ വിഷയം. അപ്പോൾ ശശി തരൂർ പറഞ്ഞ വാക്കുകൾക്ക് വലിയ മാനമുണ്ട്. ഇവിടെ ഈ ഒരു രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇത്തരത്തിൽ, അത് കാരണങ്ങൾ പലതാകാം. വോട്ട് ബാങ്ക് ഉണ്ടാകാം, ശശി തരൂരിനോടുള്ള അസഹിഷ്ണുതയുണ്ടാകാം, അസൂയയുണ്ടാകാം, അത്തരത്തിൽ പലതുമുണ്ട് ഹൈക്കമാൻഡിന് ശശി തരൂരിനോടുള്ള ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരവസ്ഥയിൽ, രാജ്യം ഒറ്റക്കെട്ടല്ലെന്ന് ശത്രുരാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള കളികൾ കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം. ശ്രീ PR ശിവശങ്കർ. തീർച്ചയായും പൊതുവെ ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അല്ലെങ്കിൽ 100% ആളുകൾക്കും ഇന്ന് ശശി തരൂർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോട് വിയോജിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഇപ്പോ ഇവിടെ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, ഈ ആക്രമണം അല്ലെങ്കിൽ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും അതിനുശേഷവും നിരന്തരം കോൺഗ്രസ് ശ്രമിച്ചത് ഇത് ഭാരതത്തിന്റെ സൈന്യത്തിന്റെ കുറ്റമാണ്, ഇവിടത്തെ ഗവൺമെന്റിന്റെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് തുടക്കം മുതൽ തന്നെ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്കയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ, വാദ്രയടക്കം ആളുകൾ പറഞ്ഞതും ജനങ്ങളോട് സംസാരിച്ചതും. ദ ഫസ്റ്റ് ഡേ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത് വാട്ട് ആർ ദ ലാപ്സസ് ആൻഡ് വേർ ഇസ് ദ ഫെയിലിയർ that we had to be checked and somebody has to be questioned that എന്നല്ലേ കാർഗെ പറഞ്ഞത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഇത് രാജ്യത്തിന്റെ ഇന്റലിജൻസിൽ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. 24 മണിക്കൂറിനകം ഇത് രാജ്യത്തിന്റെ ആർമിയുടെ കുഴപ്പമാണ്, ഇത് കേന്ദ്ര സർക്കാർ ഉത്തരം പറയണം എന്നുള്ള രീതിയിൽ ഇത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഒരേപോലെ ആക്രമിക്കാനായിട്ടാണ് ഈ കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ മണിക്കൂറുകളും ഓരോ ചാൻസും അത് രാജ്യത്തെ സേവിക്കുവാൻ കിട്ടുന്നത് വളരെ മഹത്തായ കാര്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനായ ഒരു നേതാവ്, UN-ലൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള നേതാവ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി പല എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഓരോ ഇന്ത്യക്കാരനും പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ മാതൃകയായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും ശശി തരൂർ മറ്റൊന്നിനും സംശയമില്ലാത്ത രീതിയിൽ ഇത് ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. ശ്രീമാൻ AK ആന്റണി അന്ന് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ഇത് പാക് സൈന്യം തന്നെ ചെയ്തതാണ്, ഒരു സംശയവുമില്ല, എനിക്കറിയാം, 10 വർഷം ഞാൻ ഇവിടെ ഈ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നതാണ്, ഇത് പാകിസ്ഥാന്റെ ശ്രമമാണ് അല്ലെങ്കിൽ അനുമതിയോടെ ചെയ്തതാണെന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ സീനിയർ ആയിട്ടുള്ള പ്രതിരോധ മന്ത്രിയും UN-ലൊക്കെ വളരെ കാലം രാജ്യത്ത് ഇന്റർനാഷണൽ സമൂഹത്തിനെ മുഴുവൻ കണ്ട് പരിചയിച്ച എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹവും ഇങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസിന്റെ നയം ഇന്ന് മുന്നോട്ട് വെച്ച 4 പേരുടെ പേരുകൾ തന്നെ ശ്രീ രാംകുമാർ സാർ പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അത്തരം ആളുകളെ നമ്മൾ വെക്കുമ്പോൾ ഞാൻ ഒരാളെ കുറിച്ച് മാത്രം ഞാൻ പറയാം, ദീർഘം ഞാൻ പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം തുടങ്ങിയത് ഗൗരവ് ഗൊഗോയെ കുറിച്ചിട്ടാണ് ഒരാളെ കുറിച്ച് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ മലയാളം മാധ്യമങ്ങൾ എത്രത്തോളം ഇത് ഡീറ്റെയിൽ ആയിട്ട്, ജനം TV മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത കണ്ടത്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ നോക്കൂ. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളും ഒരു സാമാന്യന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ കുറിച്ചാണെങ്കിൽ ഇന്ന് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടതല്ലേ? അദ്ദേഹത്തെ കുറിച്ച് എന്താ ആരോപണം? അദ്ദേഹം ഡെപ്യൂട്ടി ലീഡർ ഓഫ് ലോക്സഭ, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ലീഡറാണ്. അദ്ദേഹം എങ്ങനെയാണ് ആ പോസ്റ്റ് ഇരിക്കുകയെന്ന് അറിഞ്ഞുകൊണ്ട് അതിലും മഹാന്മാരായ അതിനേക്കാൾ പലതാണ് വഹിച്ച പലരുമുണ്ട്. എന്നിട്ടും അദ്ദേഹം ഡെപ്യൂട്ടി ലീഡർ ആവിന്റെ ഗുണം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിൻബലം എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പൂർണ്ണമായും ഒരു രാജ്യവിരുദ്ധ പാർട്ടി ആയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഗൊഗോയെ പോലുള്ള ആളെ ഡെപ്യൂട്ടി ലീഡർ ഓഫ് ലോക്സഭ ആക്കിയതിന്റെ ഒരു പ്രധാന കാരണം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് 19 പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ പാകിസ്ഥാനിൽ പോയി വന്നിട്ടുള്ളത്. 19 പ്രാവശ്യം. എന്താണ് കാരണം?
എന്തിനാണ് അങ്ങനെ പോയത്? ഈ യാത്രയുടെ എന്താണ് ആവശ്യം എന്ന് പറയുമ്പോഴാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ കൂടി ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ, വെറും ഒരു BJP പ്രവർത്തനമല്ല, ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹെമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം SITയുടെ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. വെറും സാധാരണ ആരോപണമല്ല, ഹി ഈസ് റെഡി ടു ഗിവ് ദ എവിഡൻസ്. അത് പ്രൈം മിനിസ്റ്ററുടെ മുമ്പിലും വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ ഞാൻ എവിഡൻസ് തരാം എന്നൊരു ചീഫ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഈ 19 പ്രാവശ്യം പോയതിൽ 3ഓ 4ഓ പ്രാവശ്യം ഈ എലിസബത്തിനെ പിന്തുണയ്ക്കുകയും എലിസബത്തിന്റെ കൂടെ ട്രാവൽ ചെയ്തതും പാകിസ്ഥാൻ ആർമി ചീഫിന്റെ അടക്കമുള്ള സെക്യൂരിറ്റി സ്റ്റാഫും അതേപോലെ തന്നെ ആർമി സീനിയർ ഓഫീസേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ ഭാര്യ പോകുമ്പോൾ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇത്ര സീനിയർ ആയിട്ടുള്ള പാകിസ്ഥാൻ പോലീസല്ല, പാകിസ്ഥാന്റെ ആർമിയുമായിട്ടാണ് അവർക്ക് ബന്ധം, ആർമിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിനെ അറിയിക്കണ്ടേ? എങ്ങനെയാണ് ഒരു MP ആരെയും അറിയിക്കേണ്ട? അത് കോൺഗ്രസിനെ അറിയിച്ചിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടിയാണോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശത്തോടു കൂടിയാണോ എന്നറിയില്ല. എങ്ങനെയാണ് 15 ദിവസം കേന്ദ്രം സംസ്ഥാന സർക്കാരിനെയും അറിയിക്കാതെ ഈ ഗഗോയി ഇവിടെ താമസിക്കുന്നത്? അദ്ദേഹം പാകിസ്ഥാനിൽ പോയില്ലേ? അദ്ദേഹം അറിയിച്ചോ? പാകിസ്ഥാനിൽ അദ്ദേഹം 15 ദിവസം എന്ത് ചെയ്യുകയായിരുന്നു? എന്തിനാണ് അദ്ദേഹം വാഗ ബോർഡർ വഴി ജനങ്ങളോടൊന്നും പറയാതെ, കോൺഗ്രസ് നേതാക്കളോടൊന്നും പറയാതെ, സംസ്ഥാന കേന്ദ്ര സർക്കാരിനെയോ ഇന്റലിജൻസിനെയോ അറിയിക്കാതെ അദ്ദേഹം എന്തിനാണ് അവിടെ പോയത്? 15 ദിവസം അനുമതിയില്ലാതെ അദ്ദേഹം യാത്ര ചെയ്തത്. അതുപോലെ തന്നെ 90 യുവാക്കളെ അദ്ദേഹം പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ എംബസിയിൽ പരിചയപ്പെടുത്തുകയും ബാക്കി പല കാര്യങ്ങളും അവർ ഇന്ന് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അവർ പലരും തിരിച്ചു വന്ന് ഇത് തെറ്റായ പ്രവൃത്തിയാണെന്ന് പറയുന്നു. അപ്പൊ 90 യുവാക്കളെ അങ്ങോട്ട് കൊണ്ടുപോയ, അതായത് ഈ 90 യുവാക്കളിൽ പലർക്കും അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെയാണ് ഈ പാക് ഹൈക്കമ്മീഷന്റെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഇവർ അപകടം മണക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു. അതുകൂടാണ്ട് അദ്ദേഹം ഈ അവസാനം 2 പാർലമെന്റിലും ചോദിച്ച ചോദ്യങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാന് ആവശ്യമുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പാർലമെന്റിലെല്ലാം ഒരു പണത്തിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏർപ്പാടുകൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ പണം മേടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്കും അവരുടെ ഇന്റലിജൻസിനും വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നിരന്തരമായി ഈ ഗഗോയി ചോദിച്ചിരുന്നത്. ഇതൊന്നും കൂടാണ്ട് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് അറിയുന്നത് അദ്ദേഹത്തിന്റെ 2 മക്കളും ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഒരു MP-യുടെ മക്കൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തത്? അത് വലിയ പ്രായമൊന്നുമില്ല, കൊച്ചു കുട്ടികൾ, അവരെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ലല്ലോ. അപ്പൊ ഇത്തരത്തിൽ സ്വന്തം കുട്ടികൾ വരെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് കടക്കുവാൻ, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, ചോദ്യം ചെയ്യലുണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിനെ ബാധകമായ ഭാര്യയുടെയും ഭർത്താവിന്റെയും എലിസബത്തിന്റെയും ഗോഗോയുടെയും പ്രശ്നങ്ങൾ ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു, SIT അന്വേഷിച്ചിരിക്കുന്നു, ഇന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്നിട്ട് പോലും ഇത്രയേറെ ആരോപണം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന്റെ നേതാക്കൾ ഇവരെയാണ്, മറ്റൊരാള് സയ്യദ് നസീർ ഹുസൈൻ, അദ്ദേഹത്തിന്റെ ഒരു MP ആയിട്ട് കർണാടകയിൽ വന്നപ്പോൾ പരസ്യമായി പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച അനുയോയികളോട് കാട്ടി ചിരിച്ചുകൊണ്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞ ഒരു നേതാവ്. ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തെ തകർക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കി തന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ തകർക്കുവാൻ, അത് പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ടെങ്കിലും ഇവിടെ ഭരണം പിടിക്കുവാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ തകർക്കുവാനോ എങ്ങനെയാണ് കോൺഗ്രസുകാർക്ക് മനസ്സ് വരുന്നത്? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒരുപക്ഷെ പറ്റിയേക്കാം, പക്ഷെ സാധാരണക്കാരന്, ശശി തരൂരിനെ പോലുള്ള കോൺഗ്രസുകാരന്, AK ആറിനെ പോലുള്ള കോൺഗ്രസുകാർക്ക് അത് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസുകാര് ഇത്തരത്തിൽ എതിരഭിപ്രായം പറയുന്നത്. ഈ തരത്തിലുള്ള പാകിസ്ഥാനി അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന അനുയായികളും നേതാവുമുള്ള, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി നിരന്തരം അവിടുത്തെ സൈന്യവുമായി സേവനം നടത്തുന്ന, അതിന് ശമ്പളം പറ്റുന്ന, സ്വന്തം മക്കളെ വരെ വിദേശത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള നേതാക്കളെയാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ന് രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MP-മാരായി നിങ്ങൾക്ക് വിദേശത്തേക്ക് വിടുന്നത് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത്? ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഏറ്റവും പണം മേടിച്ച ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംശയത്തിന് ഇട നൽകാത്ത വിധം ഇത് പാകിസ്ഥാന്റെ പിണയാളുകളായി പാകിസ്ഥാന്റെ പണം മേടിച്ചുകൊണ്ട്, ചൈനയുടെ പണം മേടിച്ചുകൊണ്ട്, ഇനിയിപ്പോ തുർക്കിയിൽ കോൺഗ്രസ് സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങിയെന്ന് പറയുന്നു. എന്നിട്ട് ഓഫീസിലേക്ക് വെച്ചിരിക്കുന്നത്
തുർക്കിയിലെ തന്നെ ഒരാളെ സ്വന്തമായിട്ട് ഈ നാട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞു വിടാൻ പറ്റില്ലെങ്കിൽ അതായത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല, കോൺഗ്രസ് പാർട്ടി എന്തെന്ന് പോലും അറിയാത്ത ആളാണ് തുർക്കിയിലെ ഓഫീസിലെ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. അവിടെ നിന്നും പണം കിട്ടുവാനുള്ള ഏർപ്പാടായിരിക്കാം ഒരുപക്ഷെ. അപ്പോ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന, ഈ രാജ്യത്തിനെതിരായി നിരന്തരം പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുമായി സഹവർത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പണം വാങ്ങി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നേതാക്കളാണ് ഇന്ന് കോൺഗ്രസിന്റെ തലപ്പത്തുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗൗരവ് ഗൊഗോയിയും ഈ സയ്യദ് നസീറിന്റെയും പേരുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതല്ലാതെ പൂർണ്ണമായി രാജ്യത്തെ തകർക്കുവാൻ, ഒറ്റുകൊടുക്കുവാൻ, അതിന്റെ പേരിൽ പണം വാങ്ങിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം ഈ നാടിന് ആപത്താണ്, ഒരു സംശയവുമില്ല. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ നേട്ടം, അല്ലെങ്കിൽ ഈ വാർ കൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കാം. കാരണം നമുക്കറിയാം, യുദ്ധം എന്നുള്ളത് ഇന്ന് അന്യോന്യം വെടിവെക്കുന്നത് മാത്രമല്ല, അതിർത്തിയിൽ വെടിവെക്കുന്നത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഗ്രാമങ്ങളിൽ വരെ സ്ലീപ്പിംഗ് സെല്ലിനെ കൊണ്ട് യുദ്ധം ചെയ്യുന്ന 1000 കട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കുന്ന മറ്റൊരു യുദ്ധമുഖമുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്കൽ വാർഫെയർ ഉണ്ട്. അതേപോലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർഫെയറിൽ ഒന്ന് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമസി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അത് കൂടുതൽ ശരിയാക്കുകയും പാകിസ്ഥാൻ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനം, ജനങ്ങളെ മതത്തിന്റെ പേരിൽ പറഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ട് കൊല്ലുന്ന തീവ്രവാദ പ്രവർത്തനം, അതിനെക്കുറിച്ച് ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട പ്രാഥമിക ചുമതല ഏതൊരു ഇന്ത്യക്കാരനും ഉള്ള സ്ഥിതിക്ക് ആ ഡിപ്ലോമസി വാറിനെ പോലും തകിടം മറിക്കുവാൻ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമുഖത്തെ തകർക്കുവാൻ, പരസ്യമായി ആർമിയെ തകർക്കുവാനോ അല്ലെങ്കിൽ നേവിയോ എയർഫോഴ്സിനെ തകർക്കാൻ പറ്റായപ്പോൾ ഈ ഡിപ്ലോമസി വാറിൽ തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ രാജ്യവിരുദ്ധരെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളായി തന്നെ കാണണം എന്നാണ് എന്റെ അഭിപ്രായം.